മാസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്കറിയാം, എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെയും കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്, പ്ലാസ്മ എന്നൊക്കെ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളാണ് ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വസ്തുക്കൾ കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ വസ്തുക്കളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നത്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ്, എങ്ങനെയാണത് ക്രിയേറ്റ് ആയി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ നോക്കുന്നത്. ഓക്കെ, ഏതൊരു മാറ്ററിനെ എടുത്ത് പരിശോധിച്ചാലും നമ്മൾക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റംസും മോളിക്യൂൾസും കൊണ്ടാണ്. പക്ഷേ ഈ ആറ്റംസും മോളിക്യൂൾസും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് ഒരേപോലെയല്ല. നമുക്കറിയാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളിലായിട്ടാണ് ഓരോ വസ്തുക്കളും ഈ ഒരു പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റുകളെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് എന്ന സ്റ്റേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് നോക്കാം. മാറ്ററിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടാവും നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ എപ്പോഴും പറയുന്നത്. സോളിഡ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ നമുക്ക് മോളിക്യൂൾസ് വളരെ അടുത്തായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻ്റർ മോളിക്കുലർ സ്പേസ് ഒക്കെ വളരെ കുറവായിരിക്കും. ശക്തമായിട്ടുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം അവയ്ക്ക് അങ്ങ് അനങ്ങാനും കാര്യങ്ങളൊന്നും കഴിയില്ല. പക്ഷെ അവ ഒന്ന് നിന്നിടത്ത് തന്നെ വൈബ്രേറ്റ് ചെയ്യുക മാത്രം ചെയ്യും. ഇനി നമുക്കൊരു സോളിഡിനെ അനക്കണമെങ്കിൽ എന്താണ് എക്സ്ട്രാ പുറത്തുനിന്നൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോളിഡ് സ്റ്റേറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് അവയുടേതായിട്ടുള്ള ഒരു ആകൃതിയും ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പും ആൻഡ് വോളിയം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വിറക് കഷ്ണം നോക്കുകയാണെങ്കിൽ അത് വിറകായിട്ട് നിൽക്കാനും, ഇനിയിപ്പോൾ ഒരു നാണയം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ നാണയത്തിൻ്റെ രൂപത്തിൽ നിൽക്കാനും അതിന് സാധിക്കുന്നത്. അത് എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ ഒരിക്കലും വേറൊരു സ്റ്റേറ്റിലേക്ക് മാറില്ല. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിനെ പറയുക, അതായത് ദ്രാവകാവസ്ഥ. അപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള അവയുടെ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഒരു ബോണ്ട് വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ചെറുതായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം എന്താണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് നമുക്ക് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അവ ഏതൊരു കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും ആ ഒരു ലിക്വിഡിനുണ്ട്. അതുപോലെ തന്നെയാണ് ലിക്വിഡിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ അത് എന്താണ്, സോളിഡിൻ്റെ വോളിയത്തിനേക്കാൾ അത് ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഒരു ലിക്വിഡിനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തൊരു സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ് നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലിക്വിഡ് സ്റ്റേറ്റിനേക്കാളും എന്താണ് കുറച്ചും കൂടെ നല്ല വളരെയധികം അവയ്ക്ക് എന്താണ് പറന്ന് നടക്കാനുള്ളൊരു ശേഷിയുണ്ട്. എന്ന് വെച്ചാൽ ഇവ തമ്മിലുള്ള അതിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ബോണ്ട് തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ടോട്ടലി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പോ വോളിയോ ഒന്നും തന്നെ ഇല്ല. ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏതൊരു കണ്ടെയ്നറിലാണോ അത് എടുക്കുന്നത്, ഒരു ബലൂണിനാണെങ്കിൽ ആ ഒരു ബലൂണിൻ്റെ ആ ഒരു ആകൃതി ആയിരിക്കും ഗ്യാഷ്യസ് സ്റ്റേറ്റിനുണ്ടാവുക. കൂടാതെ നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ള ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ ഹൈലി നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള പ്ലാസ്മയിലേക്ക് കിടക്കാം. അതാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ നാലാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് പ്ലാസ്മ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ സൂര്യനിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്ലാസ്മ സ്റ്റേറ്റിൽ മാറ്റർ കാണപ്പെടുന്നത്. അതായത് ഹൈലി ടെമ്പറേച്ചർ സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വളരെ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റാർ, അവയിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്ലാസ്മ സ്റ്റേറ്റ് കാണപ്പെടുന്നത്. അതായത് ഗ്യാസ് സ്റ്റേറ്റിൽ നിന്ന് അതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈ ഹീറ്റ് അതിന് നമ്മുടെ ആ ഒരു മാറ്ററിന് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവ തമ്മിലൊരു ബോണ്ടും ഇല്ല എന്ന് പറഞ്ഞു, ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് തമ്മിൽ. പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ
ആറ്റം തന്നെ ഇല്ലാതാവുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് ആ ഇലക്ട്രോൺസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇലക്ട്രോൺസ് വേറെയും ബാക്കി പ്രോട്ടോൺസ്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് വേറെയും കാണപ്പെടുന്നു എന്നുള്ളതാണ് പ്ലാസ്മയിലെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇവിടെ അയോണൈസേഷൻ ആണ് നടക്കുന്നത്, അതായത് അയോൺസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാസ്മ സ്റ്റേറ്റിൽ എത്തുന്ന ഒരു മാറ്ററിന് സംഭവിക്കുന്ന കാര്യം. പ്ലാസ്മ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈ ടെമ്പറേച്ചർ 6000 മുതൽ 10000 ഒക്കെ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് പ്രധാനമായിട്ടും പ്ലാസ്മ, അതിന് മുകളിലേക്കും ആണ് പ്ലാസ്മ എന്ന ഒരു സ്റ്റേറ്റിലേക്ക് മാറ്റർ എത്തിപ്പെടുന്നത് ആ ഒരു ടെമ്പറേച്ചറിലാണ്. അപ്പോൾ പ്ലാസ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ പ്ലാസ്മയുടെ ഉള്ളിൽ തന്നെ അങ്ങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം അയോണൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫീൽഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലോ ഇലക്ട്രിക് ഫീൽഡിലോ ഇവയുടെ മോഷനും ബിഹേവിയറും ഒക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അത് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ കൂടാതെ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു പ്ലാസ്മ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ്, ഒന്നെങ്കിൽ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നമുക്ക് പ്ലാസ്മ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഹൈ ഹീറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൂര്യനിലുള്ള ആ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഈ ഒരു പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറ്റേഴ്സിനെ മാറ്റാൻ കഴിയും. അപ്പോൾ ഇവിടെ പ്ലാസ്മ വരെയാണ് നമ്മൾ പറഞ്ഞത്. പ്ലാസ്മ സ്റ്റേറ്റിന് ശേഷം ഇനിയും ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ വീഡിയോകളിലൊക്കെ പറയാം.